ഹലോ. അപ്പം നമ്മൾ ഇന്നലെ തേൻ എടുക്കുന്ന അതൊക്കെ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ തേൻ എടുത്തുങ്ങാണ്ട് അത് മെഷീനിലിട്ട് കറക്കണ രൂപവും ഒക്കെയാണ് ഈ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ അട സീലിംഗ് ചെയ്ത ഭാഗം കത്തിക്കൊണ്ട് രണ്ട് ഭാഗവും വെട്ടിങ്ങാണ്ട് കളയണം. അപ്പോൾ അതാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ വെട്ടിക്കളഞ്ഞ് ആണ് മെഷീനിൽ വെക്കുക. രണ്ട് ഭാഗം കളയുമ്പോൾ ഒരു ഭാഗം ആദ്യം ചെത്തി അത് കളയാതെ മറ്റേ ഭാഗം തന്നെ അതുപോലെ തന്നെ ചെത്തിങ്ങാണ്ട് പിന്നെ കളഞ്ഞാൽ തേന് കൂടുതൽ അടിക്ക് ഒലിച്ചിറങ്ങൂല. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഗുണം കിട്ടും. ഉണ്ടോ? അപ്പോൾ ഇത് നേരെ എടുത്തിട്ടാൽ മതി. പിന്നെ നേരെ മെഷീനിൽ വെക്കുക ചെയ്യാം. ഇതാ മെഷീനിൽ ഈ രൂപത്തിലാണ് വെക്കുക. മെഷീനിൽ 4 അടയാണ് പോകുക. ഈ രൂപത്തിൽ ഒരു ഭാഗം വെട്ടി ഇനി അപ്പുറ ഭാഗവും വെട്ടുക. എന്നിട്ട് പിന്നെ മറിക്കുക. അത് ഒഴിവാക്കാതെ മറിക്കുക. അതെടുത്തിടാതെ. അതെടുത്തിട്ട് കഴിഞ്ഞാൽ തേന് താഴ്ത്തി പിടിക്കുമ്പോൾ കുറേ തേൻ അടിക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. നമ്മളൊരു ഐഡിയ വെച്ചുകൊണ്ട് ഓരോന്ന് ചെയ്യണതാണ്. ഓരോരുത്തർക്കും ഓരോ റൂട്ടാണല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഈ രൂപത്തിൽ ചെയ്യുക. ഉണ്ടോ? അത് നേരെ എടുത്തിട്ടാൽ മതി. പിന്നെ മെഷീനിൽ പെട്ടെന്ന് വെക്കും ചെയ്യാം. മറ്റേത് നമ്മളത് ഒരു ഭാഗം കളഞ്ഞ് വെട്ടി അതെടുത്തിട്ട് മറ്റേ ഭാഗം വെട്ടി ആകുമ്പത്തിന് അടിയിൽ കുറച്ചൊക്കെ ഒലിക്കൊഴിക്കുക. അപ്പോൾ ഈ രൂപത്തിൽ മെഷീനിൽ വെക്കുക. എന്നിട്ട് കുറച്ച് കറക്കുക. നല്ല സ്പീഡിൽ കറക്കാൻ പറ്റില്ല. ചിലത് പുതിയ അടയാണെങ്കിൽ പൊട്ടി ചാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പാകത്ത് രൂപത്തിൽ ഇങ്ങനെ വല്ല കറക്കിങ്ങാണ്ട് തേനുള്ള വെയിറ്റ് ഉണ്ടാവുമല്ലോ അട. അതുകൊണ്ട് തന്നെ സാവധാനം കറക്കി കുറച്ച് സ്പീഡാക്കുക. അത് മറുഭാഗം മാറ്റി വെക്കണ്ടോ, അങ്ങനെ മുറിച്ചുകൊണ്ട് വെക്കുക. 4 അടയും ഈ രൂപത്തിലെടുത്തുകൊണ്ട് ആണ് ഉള്ള രൂപത്തിൽ നിന്ന് തിരിച്ചുകൊണ്ട് വെക്കുക ചെയ്യുക. ഇതങ്ങനെ വെക്കട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ചാനൽ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യട്ടോ. ഓക്കെ, അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.